എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആരംഭിക്കലാമാ? നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ അത്യാവശ്യം പ്രായമുള്ള ഒരു താത്താൻ്റെ വീഡിയോ ഒന്ന് തുടങ്ങാം. അല്ല സോറി, ഒരു കാക്കാൻ്റെ വീഡിയോ ഒന്ന് തുടങ്ങാം. ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ബാഡ് കമന്റ് കണ്ടിട്ടൊക്കെ എന്റെ കൈ പിടിച്ച് ഇത് എന്റെ പാർട്ണറാണ് എങ്കിൽ എന്റെ ആളാണെന്ന് പറഞ്ഞ് ഇത്രയും പബ്ലിക്കിന്റെ ഇടയിൽ നടക്കുന്ന ആശയല്ലേ ഏറ്റവും വലിയ ഹീറോ. ഹീറോന്നോ? ആര്? ആശയോ? ആശി ഹീറോ എന്നല്ല, തനി കൂറാണ്. അല്ലെങ്കിൽ ഈ ചെറുപഴം തൂക്കിയിട്ട് കിടക്കണ എൻ്റെ പിന്നാലെ ഇങ്ങനെ മണപ്പിച്ച് നടക്കൂ. എന്നിട്ട് ഇപ്പം എൻ്റെ ഹീറോ എന്ത് ചെയ്യുന്നു? ആ ക്യാമറ പിടിച്ച് പിന്നിൽ നിൽക്കല്ലേ. ഇജ്ജ ആ ക്യാമറമെന്ന് പൊടി കൂടാൻ സമ്മതിച്ചാത്തി കൊണ്ടാ. അല്ലെങ്കിൽ എപ്പോഴേ അവനൊരു പെണ്ണിൻ്റെ പിന്നാലെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും. അപ്പം പിന്നെ ഹീറോ എന്ന് പറയണ്ട, അടിമക്കണ്ണ് അത് മതി. എന്നാൽ പിന്നെ അധികം വെയിലുള്ളണ്ട. എൻ്റെ പിന്നാലെ വട്ടം കറങ്ങി നടക്കണില്ലേ ആ കൂറിനെ വിളിച്ചിട്ടേ പെരീക്ക് പോയിക്കോളി, അല്ലെങ്കിൽ പുട്ടികളകും. അല്ല പിന്നെ നേരങ്ങത്തിൽ പെണ്ണും കെട്ടി നല്ലോണം അധ്വാനിച്ചിട്ടേ കുടുംബം നോക്കുന്ന ആൾക്കാരൊക്കെ എന്താപ്പോ സീറോയോ? ഇവർ രണ്ടാളും ഈ കോൽക്കളിയും കളിച്ചു നടന്നിട്ട് ഓല് പറയാം ആശി ഹീറോ ആണെന്ന്. എന്നാൽ പിന്നെ കാക്ക പോയിട്ടേ ആ കുണ്ടന് മാമുവാരി കൊടുക്ക്, എന്നിട്ട് എവിടെയെങ്കിലും പോയി ചാച്ചിക്കോളി. എന്തായാലും നമുക്ക് അടുത്ത താരം നോക്കാം. दामियों गिर उनके उन गिर उनके दामियों दुम दक ता दुम 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 ताक तक दुम उनके दामियों गिर उनके उनगुर उनके उनके उनगुर उनके उनगु उनगुर गिर दामियों गिर उनके उनगिर उनके दामियों दुम दक ता दुम तक തകതും ഉൻകെ തകതും. എൻ്റെ പൊന്നാര വല്യമ്മ, അങ്ങനെ നല്ല ഉസ്താദ് പറഞ്ഞത്. ദാമ്യങ്കർ 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 ചൊല്ലിട്ട് കിടന്നുറങ്ങ് താത്ത. ഇത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ കടക്കാൻ നേരത്തെ ഒരു 30 വട്ടം ചെല്ലിയിട്ട് കടക്കേണ്ട ദാമ്യം ഗിറാണിത്. ഇത് പതിവായി എല്ലാ ദിവസവും ഗിറണം. എന്നാലുള്ളൂ ഈ ഗിറും കൊണ്ടൊരു കാര്യമുള്ളൂ. എൻ്റെ പടച്ചോനെ, നിങ്ങളിതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? വല്ലാത്തൊരു ഗിർ തന്നെ. ഇങ്ങനെ പ്രായം ചെന്നവരൊക്കെ വിഡ്ഢിവേഷം കെട്ടിച്ചിട്ട് എന്ത് കിട്ടിയിട്ട് എന്താണ് പൊന്നാര മക്കളെ? ഈ വല്യമ്മാൻ്റെ നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. എന്നിട്ട് എന്തിനാണ് ഇമാരി ഗിറ് പാട്ടൊക്കെ? സത്യത്തിൽ ഇവരെയും കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് നല്ല കീറിൻ്റെ കുഴപ്പമുണ്ട്. കഴിഞ്ഞിട്ടില്ല, വരിയായിട്ട് വരുന്നുണ്ട്. അടുത്തതായി ചെസ് നമ്പർ 3 ഓൺ ദ സ്റ്റേജ്. ഈ പാട്ട് ഞാൻ പാടുന്നത് കരമൊക്കെ ഇല്ലാതെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പാട്ട് കേട്ട് കഴിയുമ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ വല്യമ്മ പറഞ്ഞ് കേട്ടില്ലേ? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകമായിട്ട് പറയണ കരമൊക്കെ ഇട്ടിട്ടില്ല, അതൊന്നും വേണ്ട വല്യമ്മ. നിങ്ങളാണ്ട് പാടിന്ന്. എൻ്റെ ജീവൻ്റെ ജീവനാം കൂട്ടുകാര എന്നോടകലുകയോ എന്നെ വെറുക്കുകയോ? ഏയ്, ഒരിക്കലും അകലുമില്ല, പിന്നെ തീരെ വെറുക്കില്ല. നമുക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ പാട്ട് കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴേ പടച്ചോനെ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തരണേന്ന് പറയരുതേ. അത് ചിലപ്പോൾ പടച്ചോൻ ചെയ്യൂല. നമ്മളൊക്കെ വല്യമ്മമാര് കൊട്ടക്കയിൽ കൊടുത്ത് തല്ലാന് പിന്നാലെ ഓടി വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം എന്താ, കൊട്ടക്കയിലിന് വരെ മൊബൈലാ. എന്നിട്ട് അതും പിടിച്ചിട്ട് ദാമ്യങ്കർന്ന് കാലം പോയ പോക്കേ ഒടുക്കത്തെ ചേഞ്ചായി പോയി. എന്തായാലും അടുത്തതായി ചെസ് നമ്പർ 4 ഓൺ ദ സ്റ്റേജ്. ഇതാരാണ് മക്കളെ? ചെല്ലൻ ചേട്ടനോ? എന്താണ് ചെല്ലൻ ചേട്ടാ അർണോൾഡിന്റെ ശരീരം വെച്ചിട്ട് ഈ കുഞ്ഞിപ്പാപ്പാന്റെ മാതിരി പാടുന്നു? നിങ്ങൾ പണ്ടത്തെ വില്ലനാന്നൊക്കെ നമുക്കറിയാം. അപ്പൊ സിംഹത്തിന്റെ മാതിരി ഗർജിക്കല്ലേ വേണ്ട? എന്നിട്ട് അതിന് പകരം ആ ചുണ്ടെങ്കിലൊന്നും അനക്കാമായിരുന്നു. എന്താണ് ചെല്ലൻ ചേട്ടാ, ഞാൻ തെറ്റി. അടുത്തതായി ചെസ് നമ്പർ 5 ഓൺ ദ സ്റ്റേജ് അല്ലട്ടോ, പറമ്പാണ്. എന്തോന്ന് അപ്പിവാരിന്നോ? ഹാപ്പി ദീപാവലി എന്ന് പറയണേ. ഇതൊക്കെ എവിടുത്തെ ആചാരമാവല്ലേ? ഓരോരോ ആചാരങ്ങളെ. എന്തായാലും വല്ലാത്തൊരു വിഷയലായി. പിന്നെ പടക്കത്തിന് പകരം പുല്ല്. അമ്മച്ചി വേറെ ലെവൽ. ഇനിയിപ്പോൾ ഞാനായിട്ട് എന്താ കുറക്കണു? അപ്പം എല്ലാവർക്കും ഹാപ്പി ദീപാവലി. എന്താല്ലേ, പ്രായമായി കഴിഞ്ഞാൽ ഓരോരോ കിസ്മത്തുകളെ. ഇനിയിപ്പോൾ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണെന്നാവും, നമുക്കൊന്നും കണ്ടാലോ? സുന്ദരി മുത്തേ പൊന്നേ പായസത്തിലെ അണ്ടിപ്പരിപ്പേ അച്ചടാ
എന്തോന്നടേ ഇത്? അയ്യേ, ഇതാരത്? ഇതാപ്പോ ചെറുപ്പക്കാരുടെ അവസ്ഥ. എന്നാ അതിലും ഭേദം നമ്മളെ വല്യമ്മമാരും വല്യപ്പന്മാരും തന്നെ. ഓൾഡ് ഈസ് ഗോൾഡ്. പക്ഷെ ആ ഗോൾഡിന്റെ തിളക്കം പോകാതിരിക്കാൻ നോക്കേണ്ടത് നമ്മളെപ്പോലുള്ള മക്കളുടെ കടമയാണ്. അവരൊക്കെ പൊന്നുപോലെ നോക്കേണ്ട സമയത്ത് ഒരു മൊബൈലും കൈ കൊടുത്തിട്ടേ നിങ്ങളൊക്കെ നിങ്ങളെ പണി നോക്കി പോയി കഴിഞ്ഞാലേ ഇതല്ല അതിലപ്പുറം കാണേണ്ടി വരും. അവരൊക്കെ കൊടുന്ന് ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഈ കോപ്രായം കിട്ടണീന് വരെ മക്കളായ നിങ്ങൾക്ക് ആ കോപ്രായം കാട്ടിക്കൂടെ? അപ്പൊ അതിലെത്രയും അന്തസ്സുണ്ട്. ഇതൊന്നല്ല, ഒരുപാടുണ്ട്. പ്രായമായവരെ ക്യാമറയുടെ മുന്നിൽ കൊടുന്നിട്ടിട്ട് റീച്ച് ഉണ്ടാക്കണോലെ. നമുക്കൊക്കെ ഉമ്മാരുള്ളതല്ലേ. അപ്പം ഇങ്ങനെ ഒരു ഉമ്മാന്റെ വീഡിയോ കാണുമ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കൂല. അതാണ് ഇവരെയൊക്കെ പ്ലസ് പോയിന്റ്. എന്താണ് ബ്രോ നന്നാവാത്ത? അപ്പം എന്തായാലും തൽക്കാലം എത്രയും മതി. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.